ഒരു ക്ഷേത്രത്തിൽ നിന്നും അല്ലെങ്കിൽ വേറൊരു ക്ഷേത്രത്തിലേക്ക് വരുത്തുപോക്ക് എന്ന് പറഞ്ഞാൽ ദേവസഞ്ചാരമാണ്. ആ ദേവതയുടെ സഞ്ചാര വഴികളിൽ കേട്ടിട്ടില്ലേ, സഞ്ചാര വഴികളിൽ നമ്മൾ അസമയത്ത് നടക്കരുത്. കാരണം ആ ശക്തി നമുക്ക് വലിയ പ്രശ്നമായി തീരും. അപ്പോൾ അവരുടെ ആ ശക്തിയെ താങ്ങാനുള്ള ശേഷിയൊന്നും മാനവജന്മത്തിനില്ല. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ വേറൊരു ക്ഷേത്ര സങ്കേതത്തിലേക്കോ സഞ്ചരിക്കുന്നതാണ് ഈ വരുത്ത് പോക്ക്. അവർ പോയിട്ട് തിരിച്ചു വരുന്നതിനെയും അവർ പോകുന്നതിനെയാണ് വരുത്ത് പോക്ക് എന്ന് പറയുന്നത്. ഈ ചൈതന്യങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു സമയമുണ്ട്. ഈ സമയത്തിന് കാലം കൈമാറുക എന്ന് പറയും. കാലം കൈമാറുന്ന സമയത്ത് അവരുടെ ദൃഷ്ടിയിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മൾ പിന്നീട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വലിയൊരു ദുരിതമുണ്ടാകാനോ കാരണമായി തീരും. അത് ചിലപ്പോൾ കുടുംബത്തിൻ്റെ നാശത്തിന് കാരണമായി തീരും. അതുകൊണ്ടാണ് അസമയങ്ങളിൽ സഞ്ചാരം പാടില്ലെന്ന് പഴയ പഴമൊഴി പറയാൻ കാരണം. പണ്ട് കാവും കാടും വളരെ വിജനമായ വഴികളൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ വരുത്തുപോക്കിന് കൂടുതൽ പ്രാധാന്യം കൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രകാശങ്ങളായി, വഴിവിളക്കുകളായി, അതുകൊണ്ട് അത്രയും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണാറില്ല. കാരണം ഭയമില്ലാത്തൊരു സഞ്ചാരമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ളത്. അത് വെളിച്ചം കൂടുന്നതാണ്. അപ്പോൾ ചോദിക്കാം, അപ്പോൾ ഇതൊരു മിഥ്യയായ ഒരു ധാരണയല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ അത് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയാവാം. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോരും. അപ്പോൾ എപ്പോഴും ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്കുള്ള സഞ്ചാര മധ്യത്തിൽ പോകുന്ന ആ ചൈതന്യത്തെയാണ്, അല്ലെങ്കിൽ ആ പോയി ഇത്ര സമയം കഴിയുമ്പോൾ അത് തിരിച്ച് അടുത്ത ക്ഷേത്രത്തിലേക്ക്, അവരുടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരുന്ന ആ സമ്പ്രദായത്തെയാണ് വരുത്തുപോക്കെന്ന് പറയുന്നത്.